Hi all, today we will discuss about some basic concepts behind the working of this cloud computing. So, two main working models for cloud computing are deployment models and service models. Deployment models and service models. First one is deployment models. Now, deployment model എന്താണ് പറയുന്നത്? Deployment model defines the type of access to cloud. ഓക്കെ മാം ഏതൊക്കെ ടൈപ്പ് ആക്സസ് ആണ് ഈ സർവീസ് പ്രൊവൈഡർ നമുക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് എന്ത് പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ്, ഹൈബ്രിഡ് ആൻഡ് കമ്മ്യൂണിറ്റി ക്ലൗഡ്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് പ്രൈവറ്റ് ക്ലൗഡ്. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പബ്ലിക്കിന്, അതായത് ജനറൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. The public cloud allows system and services to be easily accessible to the general public. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഇമെയിൽ. ഫോർ എക്സാമ്പിൾ ജിമെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഗൂഗിളാണ്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് എന്തെന്ന് പറയുന്നത് ജിമെയിൽ എന്ന് പറയുന്നത്. അപ്പം അത് ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് ക്ലൗഡ്. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. സോ പ്രൈവറ്റ് ക്ലൗഡ് അലൗസ് സിസ്റ്റം ആൻഡ് സർവീസസ് ടു ബി ആക്സസിബിൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, സോ നമ്മൾ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ആർക്ക് വേണമെങ്കിലും അതിൽ ആക്സസ് വരും. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോ എന്താണ് അവിടെ കൂടുതൽ സെക്യൂർ ആയിരിക്കും അവിടെ പ്രൈവറ്റ് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുമ്പം എല്ലാ ആക്സസ് ജനറൽ പബ്ലിക് ആക്സസ് വരുന്നത് കൊണ്ട് അവിടെ സെക്യൂരിറ്റി കുറവാണ്. ബട്ട് പ്രൈവറ്റ് ക്ലൗഡിൽ എന്താണ് കൂടുതൽ സെക്യൂർ ആയിരിക്കും. ഇറ്റ് ഓഫേഴ്സ് ഇൻക്രീസ് സെക്യൂരിറ്റി ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്രൈവറ്റ് നേച്ചർ. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി ക്ലൗഡ്. കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് സെയിം നേച്ചർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹൈബ്രിഡ് ക്ലൗഡ്. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ ഒരു പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും പബ്ലിക് ക്ലൗഡിൻ്റെയും ഒരു മിക്സ്ചറാണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. മിക്സ്ചർ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്. ദാറ്റ് മീൻസ് പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും പബ്ലിക് ക്ലൗഡിൻ്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സാണ് ഇവിടെ വരുന്നത് ഹൈബ്രിഡ് ക്ലൗഡിലേക്ക് വരുന്നത്. ഇപ്പം സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ആണെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാം. നോൺ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് വരുന്നത്. അതായത് ഫസ്റ്റ് വൺ പബ്ലിക് ക്ലൗഡ്. പബ്ലിക് ക്ലൗഡിൽ നമ്മൾ പറഞ്ഞു ജനറൽ പബ്ലിക് ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് തേർഡ് പാർട്ടി സെർവേഴ്സ് ആയിരിക്കും എവിടെ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതൊക്കെ എന്താണ് തേർഡ് പാർട്ടി സെർവേഴ്സിലായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഒരു ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു കമ്പനി അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ തേർഡ് പാർട്ടി സെർവേഴ്സിലാണ് ഡേറ്റാസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും അതിൻ്റെ മാനേജ്മെൻറ്റ് ദെൻ റിസോഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്താണ് അതിൻ്റെ സർവീസ് പ്രൊവൈഡേഴ്സാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഷെയറിങ് മാത്രം അതിപ്പം ഇവിടെ പറഞ്ഞ പോലെ പബ്ലിക് ക്ലൗഡ്സ് ആർ അവൈലബിൾ ടു ജനറൽ പബ്ലിക് ആൻഡ് ഡേറ്റ ആർ ക്രിയേറ്റഡ് ആൻഡ് സ്റ്റോർഡ് ഓൺ തേർഡ് പാർട്ടി സെർവേഴ്സ്, മീനിങ് ദാറ്റ് യു ഷെയർ ദി സെയിം ഹാർഡ്വെയർ. ഓക്കെ, സെയിം ഹാർഡ്വെയർ, software and network devices with other clients of same provider. Okay, then server infrastructure belongs to service providers that manage and administer
pool resources, which is why there is no need for user companies to buy and maintain their hardware. Okay. ഇതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റും ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡേഴ്സാണ്. അതുകൊണ്ട് കമ്പനീസിനോ അല്ലെങ്കിൽ യൂസേഴ്സിനോ എന്താണ് ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ഒന്നും ബൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇപ്പം നമുക്ക് അവർ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് എന്താണ് തരുന്ന ഈ സർവീസ് ഒന്നിക്കൽ ഫ്രീ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ജിമെയിൽ, നമ്മളൊന്ന് ഒരു പേയ്മെൻ്റ് ഒന്നും അതിന് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പേപ്പർ യൂസ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ സോഫ്റ്റ്വെയർസ് ആണെങ്കിലും അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ വരുന്നത് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അതാണ് പേപ്പർ യൂസ് എന്ന് പറയുന്നത്. ഒന്നിക്കൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പേപ്പർ യൂസ് ആയിരിക്കും. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. പ്രൊവൈഡർ കമ്പനീസ് ഓഫർ റിസോഴ്സസ് ആസ് എ സർവീസ് ബോത്ത് ഫ്രീ ഓഫ് ചാർജ് or on a pay-per-use basis via the internet connection. Then എന്താണ്, user can scale resources when required. Okay. Then next എന്താ പറയുന്നത്, public cloud deployment model is the first choice for business that operates within the industries with low privacy concerns. അപ്പം അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ അതൊന്നും പെർഫോം ചെയ്യേണ്ട എങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ക്ലൗഡാണ്. ഈ 4 ഡിപ്ലോയ്മെൻറ്റ് മോഡൽസിൽ വെച്ചിട്ട് പബ്ലിക് ക്ലൗഡാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ. കാരണം അവിടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. ദെൻ എന്താണ്, അതിന് എക്സാമ്പിളാണ് ആമസോൺ വെബ് സർവീസ്. ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ആമസോൺ വെബ് സർവീസസ്, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് ക്ലൗഡ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്തൊക്കെയാണ്, ഫ്രീ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഹൈ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് റിസോഴ്സസ് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് അവിടെ പറയുന്നത്. പിന്നെ റെഡ്യൂസ്ഡ് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, എന്താണ് കോസ്റ്റ് കൊടുത്താൽ മതി, പേ ചെയ്താൽ മതി. ഓക്കെ. അതിന് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. റെഡ്യൂസ്ഡ് കോസ്റ്റ്, യു പേ ഓൺലി ഫോർ ദി സർവീസ് യു യൂസ്, നോ നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. പിന്നെ 24/7 അപ്പ് ടൈം. ദാറ്റ് മീൻസ് നമുക്കറിയാം ജിമെയിലൊക്കെ നമുക്ക് എന്താണ് 24 മണിക്കൂറും കിട്ടുന്ന സർവീസ് ആണ്. ഓക്കെ. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോംപ്രമൈസ്ഡ് റിലയബിലിറ്റി. അതായത് ഫെയിലിയർ ഒക്കെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ്, കാരണം മാൽ ഫങ്ഷൻസ് ഒക്കെ കൂടുതലായിരിക്കും ഇവിടെ ഈ പബ്ലിക് ക്ലൗഡിൽ, കാരണം ജനറൽ പബ്ലിക് ആക്സസ് ആണ്. ദെൻ ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഗിവ് റൈസ് ടു കൺസേൺ. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് ക്ലൗഡ്. എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പബ്ലിക് ക്ലൗഡിൽ എന്താ പറഞ്ഞത്, തേർഡ് പാർട്ടി സെർവറിലായിരിക്കും ഡേറ്റയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു സെർവറായിരിക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുന്നത്. ആ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഷെയറിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല, പ്രൈവറ്റ് ക്ലൗഡിൽ വരുന്നില്ല. അവർ ഒന്നിക്കൽ ഫിസിക്കലി എന്ത് ചെയ്യും, കമ്പനി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും ഈ സെർവേഴ്സ്, അല്ലെങ്കിൽ മാനേജ് ആൻഡ് ഹോസ്റ്റഡ് ബൈ തേർഡ് പാർട്ടി പ്രൊവൈഡർ. എന്തുതന്നെയാണെങ്കിലും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആരുടെ ഇതിൽ വരുന്നതാണ്, ആ ഒരു കമ്പനീൻ്റെ ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, ഹൈ കോസ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പം അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പ്രൈവറ്റ് ക്ലൗഡ് റെഫേഴ്സ് ടു എ ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽ ഓപ്പറേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ സിംഗിൾ ഓർഗനൈസേഷൻ. ഓക്കെ. ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. വെദർ ഇറ്റ് ഈസ് ഫിസിക്കലി ലൊക്കേറ്റഡ് അറ്റ് കമ്പനീസ് ഓൺ സൈറ്റ് ഡേറ്റാ സെൻറ്റർ ഓർ മാനേജ്ഡ് ആൻഡ് ഹോസ്റ്റഡ് ബൈ തേർഡ് പാർട്ടി പ്രൊവൈഡർ.
ഇൻ പ്രൈവറ്റ് ക്ലൗഡ് റിസോഴ്സസ് ആർ നോട്ട് ഷെയർഡ് വിത്ത് അതർ ഓർഗനൈസേഷൻ. ഒരു സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷെയറിങ് ഓഫ് ഡേറ്റയൊന്നും പറ്റില്ല, അത് ഓർഗനൈസേഷന് ആയിട്ട് ഷെയറിങ് ഓഫ് ഡേറ്റയൊന്നും വരുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ്സ് മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് ഇതെല്ലാം എന്തായിരിക്കും ആ ഒരു കമ്പനി ബേസിലാണ് വരുന്നത്. അപ്പം സിഗ്നിഫിക്കൻ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ പബ്ലിക് വൺസ്. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റായിട്ട് എന്തുണ്ടായിരിക്കും ആ ഒരു സ്കോപ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആർക്കൊക്കെ ഇതിലേക്ക് ആക്സസ് ഉണ്ട്, ഏതൊക്കെ ഡേറ്റ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, ഇതൊക്കെ എന്താണ് ഇവിടെ ക്ലിയർലി ഡിഫൈൻ ചെയ്ത് ഇരിക്കും. അപ്പോൾ എന്താണ് പുറമേ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് ആക്സസ് വരുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എ ക്ലിയർലി ഡിഫൈൻഡ് സ്കോപ്പ് ഓഫ് പേഴ്സൺസ് ഹാവ് ആക്സസ് ടു ദി ഇൻഫർമേഷൻ കെപ്റ്റ് ഇൻ പ്രൈവറ്റ് റിപ്പോസിറ്ററി വിച്ച് പ്രിവെൻറ്റ്സ് ദി ജനറൽ പബ്ലിക് ഫ്രം യൂസിങ് ഇറ്റ്. ഓക്കെ, അപ്പം സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്താണ് പ്രൈവറ്റ് ക്ലൗഡ് ആണ്. പിന്നെ എന്താണ് പ്രൈവറ്റ് ക്ലൗഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം പബ്ലിക് ക്ലൗഡിലാവുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു പബ്ലിക്കായിട്ടൊരു കോമൺ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം പ്രൈവറ്റ് ക്ലൗഡ് ആണെങ്കിലോ കസ്റ്റമേഴ്സിന് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണോ റിക്വയർമെൻറ്റ്സ് വേണ്ടത് അത് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഒരു ഫീച്ചർ പറയുന്നത്. ഇഫ് കമ്പയർഡ് ടു പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് one private one providers wider opportunities for customizing the infrastructure to the company's requirements. A private model is especially suitable for companies that seek to safeguard their mission critical operations or for business with the changing requirements. Okay, then വരുന്നത് പ്രൈവറ്റ് ക്ലൗഡ് ബെനിഫിറ്റ്സും അതിൻ്റെ ഡ്രോബാക്സും ആണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താണ് ഹൈ സെക്യൂരിറ്റി, പ്രൈവസി ആൻഡ് റിലയബിലിറ്റി. അതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൈ കോസ്റ്റാണ്. കാരണം ഇവിടെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് വരുന്നുണ്ട്. പിന്നെ കമ്പനി അവരുടേതായ ഒരു മെയിൻ്റനൻസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് സ്റ്റാഫ് ട്രെയിനിങ് വരണം. അപ്പോൾ അതൊക്കെ എന്താണ് ഹൈലി കോസ്റ്റാണ് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് വാട്ട് കമ്മ്യൂണിറ്റി ക്ലൗഡ്. കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിംഗിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡ് വരുന്ന സമയത്ത് ഇവിടെ ഷെയറിങ് ഓഫ് ഡേറ്റ പോസിബിൾ ആണ്. കാരണം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓഫ് സെയിം നേച്ചർ, അതായത് ഇപ്പോൾ പ്രൈവസി, സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ്, പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്ന കമ്പനീസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക, ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ മെയിൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ജോയിൻറ്റ് പ്രൊജക്റ്റൊക്കെ നടക്കുന്ന സമയത്ത്, ഒരു പ്രൊജക്റ്റിൻ്റെ മേലെ തന്നെ മോർ ദാൻ 1 കമ്പനീസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ ഡേറ്റാസൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ എന്താണ്, അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ക്ലൗഡിനെക്കാട്ടും എന്താണ് കോസ്റ്റ് കുറവായിരിക്കും. ബട്ട് പബ്ലിക് ക്ലൗഡിനെ നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ കോസ്റ്റ് എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് പോകുന്നുണ്ട് യൂസേഴ്സ്. അതായത് കമ്പനീസ് മോർ ദാൻ 1 കമ്പനീസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ഇതിൽ വരുന്ന കോസ്റ്റ് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കമ്മ്യൂണിറ്റി ക്ലൗഡിൽ പറയുന്നത്. കമ്മ്യൂണിറ്റി deployment model largely resemble a private one. The only difference is that of users. While private type implies that the only one company owns the server, in case of a community one, several organizations with a similar backgrounds, okay, with a similar background share the infrastructure and related resources. If the organization have uniform security, privacy and performance requirements, this architecture helps companies achieve their business specific objectives.
That is why a community model is particularly suitable for organization that works on joint projects. Okay. സോ ഇവിടെ കോസ്റ്റൊക്കെ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് പോകും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ ഇതിൻ്റെ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ്, അപ്പം അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. എന്താണ് കോസ്റ്റ് റിഡക്ഷൻ, അതായത് പ്രൈവറ്റ് ക്ലൗഡിനെ അപേക്ഷിച്ച് ഇവിടെ കോസ്റ്റ് കുറവായിരിക്കും. ഇംപ്രൂവ് സെക്യൂരിറ്റി, പ്രൈവസി ആൻഡ് റിലയബിലിറ്റി, ഈസ് ഓഫ് ഡേറ്റ ഷെയറിങ് ആൻഡ് കൊളാബറേഷൻ. ഓക്കെ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോസ്റ്റ് ആണ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പബ്ലിക് ഡിപ്ലോയ്മെൻറ്റ് മോഡലുമായിട്ട് ചെയ്യുമ്പോൾ. ഇവിടെ പക്ഷേ സ്റ്റോറേജ് ഫിക്സഡ് സൈസ് ആയിരിക്കും. ഷെയറിങ് ഓഫ് ഫിക്സഡ് സ്റ്റോറേജ് ആൻഡ് ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റി. ഇറ്റ് ഈസ് നോട്ട് വൈഡ് സ്പ്രെഡ് സോ ഫാർ. ഓക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൈബ്രിഡ് ക്ലൗഡ്. നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും പബ്ലിക് ക്ലൗഡിൻ്റെയും ഒരു മിക്സ്ചറാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ആരെ യൂസ് ചെയ്യാം, പ്രൈവറ്റ് ക്ലൗഡിനെ യൂസ് ചെയ്യാം. നോൺ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചെയ്യണമെങ്കിൽ പബ്ലിക് ക്ലൗഡിനെ യൂസ് ചെയ്യാം. As it is usually the case with any hybrid phenomenon, a hybrid cloud encompasses the best features of above mentioned deployment models, that is public, private and community one. It allows companies to mix and match the facets of all three types of best suit their requirements. Okay. It allows companies to mix and match the facets of all three types of the best suit the requirements. അതായത് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അവർക്ക് പ്രൈവറ്റ് ക്ലൗഡോ പബ്ലിക് ക്ലൗഡോ എന്താണ് കമ്മ്യൂണിറ്റി ക്ലൗഡോ എന്ന് വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, ആസ് ആൻ എക്സാമ്പിൾ എ കമ്പനി ക്യാൻ ബാലൻസ് ഇസ് ലോഡഡ് ബൈ ലൊക്കേറ്റിംഗ് മിഷൻ ക്രിറ്റിക്കൽ വർക്ക് ലോഡ് ഓൺ സെക്യൂർ പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഡിപ്ലോയ് ലെസ് സെൻസിറ്റീവ് വൺ ഓൺ ടു ദി പബ്ലിക് വൺ. ഓക്കെ. അതായത് അവർക്ക് അവരുടെ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് ഇപ്പം സെൻസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ് പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാം. നോൺ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ആണെങ്കിൽ അവർക്ക് പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യാം. ആർക്ക്, യൂസേഴ്സിന് കേട്ടോ. ദെൻ പിന്നെ ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചർ ആയിട്ട് വരുന്നതാണ് എന്ത്, ഈ എന്താണ് ആപ്ലിക്കേഷൻ ആൻഡ് ഡേറ്റ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റ്സ് ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ പോർട്ടബിലിറ്റി. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് എന്ത് യൂസ് ചെയ്യാം, പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഡേറ്റയും ആപ്ലിക്കേഷൻസും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ, പ്രൈവറ്റ് ക്ലൗഡിലേക്കാണെങ്കിൽ അങ്ങോട്ട്, പബ്ലിക് ക്ലൗഡിലേക്കാണെങ്കിൽ അങ്ങോട്ട്, അങ്ങനെ മൂവ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത്. ഓൾസോ ദിസ് അപ്രോച്ച് ഫെസിലിറ്റേറ്റ്സ് ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ പോർട്ടബിലിറ്റി. ബൈ യൂസിങ് എ ഹൈബ്രിഡ് ക്ലൗഡ് ഓർഗനൈസേഷൻസ് ആർ കേപ്പബിൾ ഓഫ് മൂവിങ് ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ക്ലൗഡ്സ് ഡിപ്പെൻഡിങ് ഓൺ ദിയർ പർപ്പസ്. ഓക്കെ. അതാണ് പറയുന്നത്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഹൈബ്രിഡ് ക്ലൗഡ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, ദെൻ എൻഹാൻസ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, റീസണബിൾ പ്രൈസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് മോർ മെയിൻ്റനൻസ്. കാരണം ഇവിടെ പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും ഒക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. പിന്നെ എന്താണ്, ഇനിഷ്യൽ കോസ്റ്റ് ഫോർ ആക്ടിവേറ്റിംഗ് both infrastructures can be really high for many organizations. പിന്നെ എന്താണ്, ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ ക്യാൻ ബി ചാലഞ്ചിങ് വെൻ ബിൽഡിംഗ് ഹൈബ്രിഡ് ക്ലൗഡ്. അതെന്താ പറയുന്നത്, ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ ക്യാൻ ബി ചാലഞ്ച് എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രൈവറ്റ് ഇൻഫോർമേഷൻസ് വരും. അപ്പോൾ എന്താണ്, ഇങ്ങനത്തെ ഡേറ്റാസ് പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും വരുന്നുണ്ട്. അപ്പോൾ ഇൻഫോർമേഷൻസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, അതൊരു ചാലഞ്ചിങ് ആണ്. എന്താണ്, സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നത് കാരണം അങ്ങനെ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻ ക്യാൻ ബി ചലഞ്ചിങ് വെൻ ബിൽഡിംഗ് ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡിപ്ലോയ്മെൻറ്റ് മോഡൽസിൽ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സർവീസ് മോഡൽസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സർവീസ് മോഡൽസ് എന്ന് പറയുമ്പം അതിൽ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് സർവീസ്, സോഫ്റ്റ്വെയർ ആസ് സർവീസ്, ദെൻ പ്ലാറ്റ്ഫോം ആസ് സർവീസ്. ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സർവീസ് മോഡൽസിൽ വരുന്നത്.
ഓക്കെ, അപ്പം അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.